Myself Febin, your Commerce Paper 2 faculty. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് എന്ന് പറയുന്ന മോഡ്യൂളിലെ ഏറ്റവും ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അതായത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, കോൺസെപ്റ്റ്സ് ആൻഡ് പോസ്റ്റുലേറ്റ്സ് ഏറ്റവും ആദ്യം വരുന്ന ഒരു ടോപ്പിക്കാണ് ഇത്. ഏതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ റെഫർ ചെയ്താലും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഭാഗം തന്നെയാണ് ഈ ഒരു അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, കൺസെപ്റ്റ്സ് ആൻഡ് പോസ്റ്റുലേറ്റ്സ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് വെച്ചാൽ നമ്മൾ ബിസിനസ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന സെർട്ടൻ റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഇതുവഴി നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുമ്പോഴും അതിന്റെ പ്രസന്റേഷനും ഒക്കെ ഒരു യൂണിഫോമിറ്റി എൻഷുർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുവഴി ഫർദർ ക്ലാസിഫിക്കേഷനൊക്കെ ഈസിയർ ആവുന്നു കൂടുതൽ. ദെൻ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ് കോൺസെപ്റ്റുകളും ഉണ്ട്, അക്കൗണ്ടിങ് കൺവെൻഷൻസും ഉണ്ട്. ഓക്കെ, അക്കൗണ്ടിങ് കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ബിസിനസ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുമ്പോഴും റിപ്പോർട്ട് ചെയ്യുമ്പോഴും നമ്മൾ ഫോളോ ചെയ്യുന്ന ഫണ്ടമെന്റൽ ഐഡിയാസിനെയും ബേസിക് അസംഷൻസ്, അതിനെയാണ് കുറെ ബേസിക് ആയിട്ടുള്ള ഐഡിയാസും അസംഷൻസും അതിനെയൊക്കെയാണ് നമ്മൾ എന്ത് അക്കൗണ്ടിങ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ദെൻ അക്കൗണ്ടിങ് കൺവെൻഷൻസ് ആണെങ്കിൽ എന്താണ്, നമ്മൾ വർഷങ്ങളായിട്ട് ഫോളോ ചെയ്തു വരുന്ന കുറെ പ്രാക്ടിക്കൽ റൂൾസ്, കുറെ എന്താണ് അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്ന കുറെ കസ്റ്റംസ്, ട്രഡീഷൻസ്, ഇതിനെയൊക്കെയാണ് നമ്മൾ അക്കൗണ്ടിങ് കൺവെൻഷൻസ് എന്ന് പറയുന്നത്. സോ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുമ്പോൾ അക്കൗണ്ടിങ് കൺസെപ്റ്റുകളും ഉണ്ട്, കൺവെൻഷൻസും ഉണ്ട്. ഏതൊക്കെയാണ് അക്കൗണ്ടിങ് കോൺസെപ്റ്റുകൾ എന്ന് നോക്കിയേ. ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്, മണി മെഷർമെന്റ് കോൺസെപ്റ്റ്, ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്, counting period concept, dual aspect concept, revenue recognition concept, matching concept, objectivity concept and accrual concept. അക്കൗണ്ടിങ് കൺവെൻഷൻസ് നമുക്ക് വരുന്നത് 4 എണ്ണമാണ്. കൺസർവേറ്റിസം, കൺസിസ്റ്റൻസി, ഫുൾ ഡിസ്ക്ലോഷർ ആൻഡ് മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിൾ. നോക്കാം, അക്കൗണ്ടിങ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്. ഒന്നാമത്തതാണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ബിസിനസ്സും ബിസിനസ് മാനും സെപ്പറേറ്റ് ആണ്. ബിസിനസ് വേറെ എൻറ്റിറ്റി, ബിസിനസ് മാൻ അതിൽ നിന്നും സെപ്പറേറ്റ് ആണ്. അതുകൊണ്ടാണ് ബിസിനസ് മാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ക്യാപിറ്റൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ലയബിലിറ്റി ആയിട്ടാണ് ബിസിനസ് ട്രീറ്റ് ചെയ്യുന്നത്. അതുപോലെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ബിസിനസ് മാൻ ഡ്രോയിങ്സ് ആയിട്ട് എടുക്കുന്നു, അല്ലെ. പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ക്യാഷോ ഗുഡ്സോ ഒക്കെ എടുത്ത് അതിനെ ഡ്രോയിങ്സ് ആയിട്ടാണ് കാണിക്കുന്നത്. അതാണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തതാണ് മണി മെഷർമെന്റ് കോൺസെപ്റ്റ്. എന്താണ്, നമ്മൾ ബിസിനസ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുമ്പോൾ മണി ടേമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് മാത്രമേ നമ്മൾ എടുക്കാറുള്ളൂ, റെക്കോർഡ് ചെയ്യാറുള്ളൂ. എക്സാമ്പിൾ എന്താണ്, നമ്മൾ ഇന്റേണലി ജനറേറ്റ് ചെയ്യുന്ന ഗുഡ്വിൽ ഒരിക്കലും നമ്മൾ ബുക്സിൽ കാണിക്കാറില്ല. നമ്മുടെ എംപ്ലോയീസിന്റെ സ്കില്ല്, നമ്മുടെ മാനേജേഴ്സിന്റെ എഫിഷ്യൻസി, ഇതൊക്കെ നമ്മൾ ബുക്സിൽ കാണിക്കാറുണ്ടോ, ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ? ഇല്ല. അത് എന്തുകൊണ്ടാണ്? മണി മെഷർമെന്റ് കോൺസെപ്റ്റ് പ്രകാരമാണ്. ദെൻ അടുത്തതാണ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. എന്താണ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ബിസിനസ് ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിലൊന്നും എന്ത് ചെയ്യുന്നില്ല, ലിക്വിഡേറ്റ് ചെയ്യാനായിട്ട് പോകുന്നില്ല. ഇതിനൊരു ലോങ് ലൈഫ്, ഒരു ഇൻഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈമിലേക്കാണ് ഇത് ഫങ്ഷൻ ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മുടെ ബിസിനസ്സിന് എന്തുണ്ട്, ഒരു പെർപെച്വൽ സസഷൻ, കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ് ഉണ്ട്. അതാണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റിനകത്ത് നമ്മളോട് പറയുന്നത്. നമ്മുടെ ബിസിനസ് ഈ അടുത്ത ഭാവിയിലൊന്നും ലിക്വിഡേറ്റ് ചെയ്യാനായിട്ട് പോകുന്നില്ല. അതുകൊണ്ടാണ് എന്ത്, അസറ്റുകൾക്കൊക്കെ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത് ഏത് കോൺസെപ്റ്റിന്റെ ബേസിലാണ്, ഗോയിങ് കൺസേൺ കൺസെപ്റ്റിന്റെ ബേസിലാണ്. അതുകൊണ്ടാണ് അസറ്റുകളൊക്കെ ഹിസ്റ്റോറിക്കൽ കോസ്റ്റിലും റെക്കോർഡ് ചെയ്യുന്നത്. ഒരു ഇയറിൽ, പ്രീവിയസ് ഇയറിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ്, എന്തുകൊണ്ടാണ് അസറ്റ് എല്ലാം കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ റെക്കോർഡ് ചെയ്യാത്തത്, ഹിസ്റ്റോറിക്കൽ കോസ്റ്റിൽ റെക്കോർഡ് ചെയ്യുന്നത്, അതിന്റെ പർച്ചേസ് പ്രൈസിൽ റെക്കോർഡ് ചെയ്യുന്നത്? ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് പ്രകാരമാണ്. ദെൻ അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ്. എന്താണ് അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ് എന്ന് വെച്ചാൽ, നമ്മൾ നമ്മുടെ ബിസിനസിന്റെ ലൈഫിനെ പല എന്താണ് പീരീഡ്സ്, പല ഇന്റർവെല്ലായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. എന്തിനാണ്? റിപ്പോർട്ടിങ് കാര്യങ്ങളും ഒക്കെ എളുപ്പമാകാനായിട്ട്, അല്ലെ. ഇയർ എൻഡിലാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, അല്ലെ. ക്ലോസിംഗിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇന്ത്യയിലാവുമ്പോൾ ഫിനാൻഷ്യൽ ഇയർ എങ്ങനെ വരും, April 1 തൊട്ട് നമുക്കറിയാം 31st March എൻഡിങ്, മാർച്ച് ക്ലോസിംഗ് എന്നൊക്കെ പറയല്ലേ. അതാണ് അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ദെൻ വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ദാറ്റ് ഈസ് ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ്. ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ് അഥവാ ഡ്യുവാലിറ്റി കോൺസെപ്റ്റ് എന്നും അറിയപ്പെടുന്നു. ഇതെന്താണ് പറയുന്നത്, ഏതൊരു ബിസിനസ് ട്രാൻസാക്ഷൻ എടുത്താലും അതിന് 2 ആസ്പെക്റ്റ് ആണുള്ളത്. ഒരു ഡെബിറ്റ് ആസ്പെക്റ്റും ഒരു
ക്രെഡിറ്റ് ആസ്പെക്റ്റും അല്ലെ. ഏതൊരു ട്രാൻസാക്ഷൻ എടുത്താലും ഒരു ഗീവിംഗ് ആസ്പെക്റ്റും ഉണ്ട്, ഒരു റിസീവിംഗ് ആസ്പെക്റ്റും ഉണ്ട്. ഇതിന്റെ ബേസിലാണ് ഡബിൾ എൻട്രി സിസ്റ്റം പോലും ഫങ്ഷൻ ചെയ്യുന്നത്. Then it is based on the principle that asset is equal to liabilities plus ക്യാപിറ്റൽ. നമുക്കറിയാലോ ഏതൊരു ട്രാൻസാക്ഷൻ എടുത്താലും ഡെബിറ്റും ഉണ്ട്, അതിനൊരു ക്രെഡിറ്റ് ആസ്പെക്റ്റും ഉണ്ട്. നമ്മൾ മെഷീനറി പർച്ചേസ് ചെയ്യുന്നു, എങ്ങനെ വരും? മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്, മെഷീനറി ഡെബിറ്റില് അല്ലെ, ക്യാഷ് ക്രെഡിറ്റില്. അതാണ് രണ്ട് ആസ്പെക്റ്റ്, ഡെബിറ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും. Then റവന്യൂ റെക്കഗ്നേഷൻ കോൺസെപ്റ്റ്. എന്താണ് റവന്യൂ റെക്കഗ്നേഷൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്? റവന്യൂ ഷുഡ് ബി റെക്കഗ്നൈസ്ഡ് വെൻ ഇറ്റ് ഈസ് ഏൺഡ്, നോട്ട് വെൻ ക്യാഷ് ഈസ് റിസീവ്ഡ്. എന്താണ്? ക്യാഷ് റിസീവ് ചെയ്യുമ്പോഴല്ല റവന്യൂ നമ്മൾ എന്താണ് കാണിക്കുന്നത്, ഇപ്പോഴാണ് അത് ഏൺ ചെയ്യുമ്പോൾ. എക്സാമ്പിൾ നോക്കിയേ, ഗുഡ്സ് സോൾഡ് ഓൺ ക്രെഡിറ്റ് ഓൺ മാർച്ച് ബട്ട് എമൗണ്ട് റിസീവ്ഡ് ഓൺ ഏപ്രിൽ, ഇറ്റ് ഈസ് റെക്കോർഡഡ് ഇൻ മാർച്ച്. ഗുഡ്സ് നമ്മൾ കടമായിട്ട് വിൽക്കുന്നു അല്ലെ, ഗുഡ്സ് സോൾഡ് ഓൺ ക്രെഡിറ്റ്, ക്രെഡിറ്റ് സെയിൽ നടത്തുന്നു മാർച്ചിലാണ് നടത്തിയത്, പക്ഷെ അതിന്റെ പേയ്മെന്റ് കിട്ടുന്നത് ഏപ്രിലാണ്. പക്ഷെ നമ്മൾ ഏപ്രിലാണോ അത് റെക്കോർഡ് ചെയ്യുന്നത്? അല്ല, ക്രെഡിറ്റ് സെയിലാണോ അപ്പൊ തന്നെ കാണിക്കും അല്ലെ, ദാറ്റ് ഈസ് മാർച്ചിൽ തന്നെയാണ് നമ്മളത് റെക്കോർഡ് ചെയ്യുന്നത്. ഇത് റവന്യൂ റെക്കഗ്നേഷൻ കോൺസെപ്റ്റ് പ്രകാരമാണ്. Then ഒബ്ജക്ടിവിറ്റി കോൺസെപ്റ്റ്. എന്താണ് ഒബ്ജക്ടിവിറ്റി കോൺസെപ്റ്റ്? നമ്മൾ അക്കൗണ്ടിങ് റെക്കോർഡ്സ് കീപ്പ് ചെയ്യുമ്പം വിത്ത് പ്രോപ്പർ സപ്പോർട്ടിങ് എവിഡൻസോട് കൂടി വേണം നമ്മൾ റെക്കോർഡ് ചെയ്യാൻ അല്ലെ. ഇപ്പൊ എന്താണ്, നമ്മൾ പർച്ചേസ് റെക്കോർഡ് ചെയ്യുന്നു, എങ്ങനെയാണ്? വിത്ത് സപ്പോർട്ടിങ് എവിഡൻസ്, ഇൻവോയ്സ് അല്ലെ ബില്ല് നോക്കിയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് അല്ലെ. ഓക്കെ, അതാണ് ഒബ്ജക്ടിവിറ്റി കോൺസെപ്റ്റിനകത്ത് പറയുന്നത്. അടുത്തതാണ് അക്രൂവൽ കൺസെപ്റ്റ്. എന്താണ് അക്രൂവൽ കോൺസെപ്റ്റിനകത്ത് വരുന്നത്? ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് വെൻ ദേ ഒക്കർ. എപ്പോഴാണോ ഒക്കർ ചെയ്യുന്നത് ആ ഒരു സമയത്താണ് നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത്. അതായത് പൈസ കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് അതല്ല ബാധകം. ട്രാൻസാക്ഷൻസ് എപ്പം നടക്കുന്നു ആ ഇവന്റ് നടക്കുമ്പോൾ തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യുവാണ് ചെയ്യുന്നത് അല്ലെ. ഓൾ എക്സ്പെൻസ് ആൻഡ് ഇൻകംസ് ആൻഡ് റെക്കോർഡഡ് വെൻ ദേ ഒക്കർ. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസുകൾ കൊടുത്തതാണോ? അല്ല, കൊടുക്കാനുള്ള ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസുകളൊക്കെ റെക്കോർഡ് ചെയ്യുന്നത് എപ്പോഴാണ്? നമ്മൾ ആ ഒരു സമയത്ത് തന്നെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞ് കാണിക്കും, അല്ലാതെ കൊടുത്തു കഴിഞ്ഞാണോ കാണിക്കുന്നത്? അല്ല. അതെന്തുകൊണ്ടാണ്? അക്രൂവൽ കോൺസെപ്റ്റ് പ്രകാരം ആണ്. ഓക്കെ, അപ്പൊ നോക്കി അക്കൗണ്ടിങ് കോൺസെപ്റ്റുകൾ എന്തൊക്കെയാ, ഞാൻ വൺ ലൈനർ ആയിട്ടൊന്ന് പറഞ്ഞു തരാം. ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ബിസിനസ് വേറെ, ബിസിനസ് മാൻ വേറെ അല്ലെ. മണി മെഷർമെന്റ് കോൺസെപ്റ്റ് എന്താണ്? നമുക്ക് മണി ടേമിൽ കാണിക്കാൻ പറ്റുന്ന ട്രാൻസാക്ഷൻസ് മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യാറുള്ളൂ. ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് എന്താണ്? ബിസിനസ് ഈ ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിൽ ഒന്നും എന്ത് ചെയ്യാൻ പോകുന്നില്ല, ലിക്വിഡേറ്റ് ചെയ്യാൻ പോകുന്നില്ല, അതിനൊരു ലോങ് ലൈഫ് ആണുള്ളതെന്ന് പറയുന്നതാണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. ദെൻ അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ്. എന്താണ് അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ്? നമ്മുടെ ബിസിനസിന്റെ ലൈഫ് പല ഡിഫറെന്റ് ഇന്റർവെൽസ് അല്ലെ പീരീഡ്സ് ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ദെൻ ഡ്യുവാലിറ്റി കോൺസെപ്റ്റ് അല്ലെ ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ്. ഏതൊരു ബിസിനസ് ട്രാൻസാക്ഷൻ എടുത്താലും അതിന് രണ്ട് ആസ്പെക്റ്റുകൾ ഉണ്ടെന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണല്ലേ, ഡെബിറ്റ് ആസ്പെക്റ്റും ആൻഡ് ക്രെഡിറ്റ് ആസ്പെക്റ്റും. ദെൻ റവന്യൂ റെക്കഗ്നേഷൻ കോൺസെപ്റ്റ്. എന്താണ് റവന്യൂ റെക്കഗ്നേഷൻ കോൺസെപ്റ്റ്? റവന്യൂ എപ്പോഴാണോ അത് റെക്കഗ്നൈസ് ചെയ്യുന്ന ആ ഒരു സമയത്ത് തന്നെ നമ്മൾ ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, റെക്കോർഡ് ചെയ്യും. ക്യാഷ് റിസീവ് ചെയ്തോ ഇല്ലയോ എന്നുള്ളതല്ല, ആ ഒരു ട്രാൻസാക്ഷൻ ഇവന്റ് നടന്നാൽ ഉടനെ നമ്മൾ അതിനെ റെക്കോർഡ് ചെയ്യുന്നതാണ്. Then ഒബ്ജക്ടിവിറ്റി കോൺസെപ്റ്റ്. എന്താണ് ഒബ്ജക്ടിവിറ്റി കോൺസെപ്റ്റ്? ഒബ്ജക്ടിവിറ്റി കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതൊരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്താലും അതിന് വിത്ത് പ്രോപ്പർ എവിഡൻസോട് കൂടി വേണം, സപ്പോർട്ടിംഗ് മെറ്റീരിയലോട് എവിഡൻസോട് കൂടി വേണം നമ്മൾ റെക്കോർഡ് ചെയ്യാൻ. ദെൻ അക്രൂവൽ കോൺസെപ്റ്റ്. എന്താണ് അക്രൂവൽ കോൺസെപ്റ്റ്? അക്രൂവൽ കോൺസെപ്റ്റും ഈ പറഞ്ഞതുപോലെ തന്നെ ഇവന്റ് ഒക്കർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എൻട്രി ചെയ്യും, അല്ലാതെ എന്താണ് പേയ്മെന്റ് കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് ബാധകം അല്ല. ഇത്രയുമാണ് അക്കൗണ്ടിങ് കോൺസെപ്റ്റുകൾ വരുന്നത്. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ദെൻ അക്കൗണ്ടിങ് കൺവെൻഷൻസ് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു, 4 എണ്ണമാണ് നമുക്കുള്ളത്. കൺസർവേറ്റിസം, കൺസിസ്റ്റൻസി, ഫുൾ ഡിസ്ക്ലോഷർ ആൻഡ് മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിൾ. നോക്കാം. എന്താണ് കൺസർവേറ്റിസം എന്ന് പറഞ്ഞാൽ? കൺസർവേറ്റിസത്തിന്റെ മറ്റൊരു പേരാണ് പ്രൂഡൻസ്. എന്താണ് അതിൽ പറയുന്നത്? നമ്മൾ പ്രോഫിറ്റുകൾ ആന്റിസിപ്പേറ്റ് ചെയ്യരുത്, ബട്ട് എല്ലാ ലോസുകളും മുൻകൂട്ടി കണ്ട് നമ്മൾ അതിനു വേണ്ട പ്രൊവിഷനും കാര്യങ്ങളും കൊടുക്കണം. ദാറ്റ് ഈസ് ആന്റിസിപ്പേറ്റ് നോ പ്രോഫിറ്റ് ബട്ട് പ്രൊവൈഡ് ഫോർ ഓൾ പോസിബിൾ ലോസസ്. അതുകൊണ്ടാണ് നമ്മൾ മുൻകൂട്ടി തന്നെ ബാഡ് ഡെറ്റ് ആവാൻ ചാൻസ് ഉണ്ട് അല്ലെ, നമ്മൾ അതിന് പ്രൊവിഷൻ വെക്കുന്നു. ആൻഡ് ഇൻവെന്ററി ഈസ് വാല്യൂഡ് അറ്റ് ലോവർ കോസ്റ്റ്. ഇൻവെന്ററി എന്ത് ചെയ്യാം, കോസ്റ്റ് പ്രൈസിലും വെക്കാം, മാർക്കറ്റ് പ്രൈസിലും വെക്കാം, പക്ഷെ കുറഞ്ഞത് ഏതാണോ അതിലേ നമ്മൾ വെക്കാറുള്ളൂ. എന്താണ്, പ്രോഫിറ്റ് കൂട്ടി കാണിക്കണ്ട, പ്രോഫിറ്റ് വന്നു കഴിഞ്ഞ് നമുക്ക് കിട്ടിയാൽ മതി, പക്ഷെ ലോസുകൾക്കൊക്കെ പോസിബിൾ ലോസുകൾക്കൊക്കെ നേരത്തെ പ്രൊവൈഡ് ചെയ്യണം. ദെൻ കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ.
എന്താണ് കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ പറയുന്നത്? സ്റ്റേറ്റ് ദാറ്റ് സെയിം അക്കൗണ്ടിംഗ് മെത്തേഡ് ഷുഡ് ബി ഫോളോഡ് ഫ്രം ഇയർ ടു ഇയർ. ഓരോ വർഷവും നമ്മൾ എന്ത് ചെയ്യണം? സെയിം അക്കൗണ്ടിംഗ് മെത്തേഡ് വേണം ഫോളോ ചെയ്യാൻ. അതായത് ഡിപ്രീസിയേഷൻ ഇപ്പൊ ചാർജ് ചെയ്യുന്നത് ഈ ഒരു വർഷം നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിലാണെങ്കിൽ അടുത്ത വർഷവും നമ്മൾ എന്ത് ചെയ്യണം? സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ തന്നെ വേണം ഫോളോ ചെയ്യാൻ. Then full disclosure principle. എന്താണ് full disclosure principle? It states that all material and relevant information must be disclosed in financial statements. Financial statements prepare ചെയ്യുമ്പോൾ റെലവെന്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കാണിച്ചിരിക്കണം. അതുകൊണ്ടാണ് കണ്ടിൻജന്റ് ലയബിലിറ്റിയും അക്കൗണ്ടിങ് പോളിസീസും നോട്ട്സ് ടു അക്കൗണ്ട്സും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ കണ്ടിൻജന്റ് ലയബിലിറ്റി ഫുഡ് നോട്ട് ആയിട്ട് കാണിക്കും അല്ലെ? കണ്ടിൻജന്റ് ലയബിലിറ്റി മേ ഓർ മേ നോട്ട് ഹാപ്പൻ അല്ലെ? നമുക്ക് ഷുവർ ഉള്ള കാര്യമില്ല. എങ്കിൽ പോലും ഫുൾ ഡിസ്ക്ലോഷറിന്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടിൻജന്റ് ലയബിലിറ്റി ഒക്കെ ഫുഡ് നോട്ടിൽ കാണിക്കുന്നതാണ്. ദെൻ മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിൾ. എന്താണ് മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത്? സ്റ്റേറ്റ് ദാറ്റ് ഓൺലി ഇൻഫർമേഷൻ ദാറ്റ് ഈസ് സിഗ്നിഫിക്കൻറ്റ് ഷുഡ് ബി ഡിസ്ക്ലോസ്ഡ്. സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഡിസ്ക്ലോസ് ചെയ്താൽ മതി അല്ലെ? അതുകൊണ്ടാണ് നമ്മൾ സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ ചെറിയ ചെറിയ പെറ്റി എക്സ്പെൻസുകളൊക്കെ ഇല്ലേ, അതൊക്കെ എന്താണ് പെൻസിൽ അങ്ങനെ ഇറേസർ അങ്ങനെ കാണിക്കുവോ? ഇല്ല. സ്റ്റേഷനറി എന്ന് പറഞ്ഞ് നമ്മൾ എല്ലാം കൂടെ കൂട്ടി എക്സ്പെൻസുകൾ എഴുതുകയുള്ളൂ. അതാണ് മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ നമ്മൾ നോക്കിയത് എന്താണെന്ന് അക്കൗണ്ടിങ് പ്രിൻസിപ്പിളുകളായിരുന്നു. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനകത്ത് എന്താണ്? അക്കൗണ്ടിങ് കൺസെപ്റ്റുകളും ഉണ്ട്, അക്കൗണ്ടിങ് കൺവെൻഷൻസിനും ഉണ്ട്. കൺസെപ്റ്റുകളും ഉണ്ടായിരുന്നു, കൺവെൻഷൻസും ഉണ്ടായിരുന്നു. എല്ലാവർക്കും തറവായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.